ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് കുറച്ച് അടുക്കിപ്പറക്കൽ വീഡിയോ ആണേ. ഞാനിപ്പം ജോയുടെ വീട്ടിലാണേ ഉള്ളത്. സോ ഇതാണ് ഞങ്ങളുടെ റൂം. ഞാൻ രാവിലെ എണ്ണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, പിന്നെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഞങ്ങളുടെ റൂം നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ കാണുന്നതെല്ലാം ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഈ കാണുന്ന ഫ്രെയിം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് കുറച്ച് പോളറോയിഡ്സ് ആണ്, ഞങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ച് ഞാൻ ചെയ്യിച്ചതാണ്. ഇത് ഞാൻ വരച്ചതാണേ. എനിക്കിങ്ങനെ ഇടയ്ക്ക് വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് തായ്ലൻഡിൽ പോയപ്പോൾ മേടിച്ചതാണ്. ഇത് ചെറിയൊരു സ്പീക്കറാണ്. ക്ലീൻ ചെയ്യുമ്പോൾ ജനൽ തുറന്നപ്പോഴാണ് മഴ പെയ്യുന്നത് കണ്ടത്. സോ ഇതാണ് ഞങ്ങളുടെ റൂം, അവർ ഫേവറേറ്റ് പ്ലേസ്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയായി. അപ്പം ഞാൻ പോയി കഴിച്ചു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് പടം വരച്ചാലോ. അപ്പം ഞാൻ അത്രയ്ക്ക് വലിയ പടം വരപ്പ് കാര്യമൊന്നും അല്ല, എങ്കിലും ചുമ്മാ ടൈം പാസിന് വേണ്ടി വരയ്ക്കുന്നതാണ്. ഇവിടെ ഞാൻ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടായിരുന്നു കളർ ചെയ്യാൻ തുടങ്ങിയത്. പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഉച്ചയുറക്കത്തിന് സമയമായി. അങ്ങനെ ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് പിന്നെ ഫേഷ്യൽ ഹെയറൊക്കെ റിമൂവ് ചെയ്ത് ഫേസിൽ കുറച്ച് മസാജൊക്കെ ചെയ്തിട്ട് കുളിച്ചിട്ട് വന്നു. ഞാനിപ്പോൾ ഈ ചുരിദാറൊക്കെ ഇട്ട് എവിടെ പോകാമെന്നല്ലേ ചിന്തിക്കുന്നത്. കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴാണ് ചേച്ചി എന്നോട് പറയുന്നത് ചേച്ചിയുടെ മോളെയും കൊണ്ട് ഫോട്ടോ എടുക്കാൻ പോകണമെന്ന്. ഈ ചേച്ചി എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ നാത്തൂനാണേ. അങ്ങനെ ഞാൻ റെഡിയായി താഴെ വന്നു. ഇതാണ് ഇവാന്യ. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് നാണം വന്നു. ഇവാന്യക്ക് എപ്പോഴും മുടി കെട്ടി കൊടുക്കുന്നത് ഞാനാണ്. സോ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാ, കുഞ്ഞാ എനിക്കൊന്ന് മുടി കെട്ടി തരുമോ. സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഈ ഇടയ്ക്ക് കയറി കുമ്മനടിച്ചതാണ് ചേച്ചി. ചേച്ചി അറിഞ്ഞതേ ഇല്ല ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം. ഞാൻ പിന്നെ ലാസ്റ്റ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ആ ചിരിയാണിത്.
അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു. തിരിച്ച് വീട്ടിലോട്ട് പോവുക. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. ഇതാണ് ചേച്ചിയുടെ മൂത്ത മോൻ. അവന് നാണമായിട്ടിരിക്കുകയാണ്. ഇതാണ് അമ്മ. ഞങ്ങൾ പോയി തിരിച്ച് വന്നപ്പോഴത്തേനും അമ്മ പുട്ട് പുഴുങ്ങുമായിരുന്നു. അമ്മയുടെ കൂടെ ഞാനും അടുക്കളയിൽ നിന്ന് പപ്പടമൊക്കെ പൊള്ളിച്ച് നല്ല ചൂടോടെ ഞങ്ങൾ എല്ലാവരും പുട്ട് കഴിച്ചു. അങ്ങനെ പുട്ടൊക്കെ കഴിച്ച് ഞാൻ റൂമിലോട്ട് വന്നു. അപ്പോഴേക്കും സമയം ഒരു 9 മണി കഴിഞ്ഞു. അങ്ങനെ ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ചു, ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പ്രാർത്ഥിച്ച് കിടക്കാമെന്ന് വിചാരിച്ചു. സോ ഇങ്ങനെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. ഇനി എന്താണ്, സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങുക. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.